നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്ക് കേരള സർവകലാശാലയിൽ അംഗീകാരമില്ലാത്ത സംഭവത്തിൽ വിമർശനവുമായി ഓപ്പൺ സർവകലാശാല. കേരള സർവകലാശാലയുടെ നടപടി കോടതി വിധികൾക്കെതിരാണെന്ന് VC ഡോക്ടർ VP ജഗതിരാജ്. വിഷയത്തിൽ കേരള സർവകലാശാല VCക്ക് കത്തയച്ചിട്ടുണ്ടെന്നും ഉടൻ ഉത്തരവിറക്കാമെന്ന് VC ഉറപ്പ് നൽകിയെന്നും ഓപ്പൺ സർവകലാശാല VC പ്രതികരിച്ചു. എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് രാജഗുരുക്കൾ സാറിന് അതുപോലെ ഗവർണർക്കെല്ലാം ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അവർ ചെയ്യുന്ന തെറ്റാണ്. UGC റൂളിന് എഗൻസ്റ്റാണ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസിന് എഗൻസ്റ്റാണ്. അതുകൊണ്ട് 5 കോടതി അതിൻ്റെ കോപ്പി തരും. 5 കോടതി വിധിയുണ്ട്, അതിന് എഗൻസ്റ്റാണ്. അവർക്കെതിരെ വേണമെങ്കിൽ ലീഗൽ ആക്ഷന് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. UGC അംഗീകരിച്ചത് 3 മോഡ്. ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഓപ്പൺ എഡ്യൂക്കേഷൻ, ഒന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഞങ്ങൾ പറയുന്ന ഈ 3 മോഡിലുള്ള പഠിക്കുന്ന ഡിഗ്രി മാത്രമേ എല്ലായിടത്തും അംഗീകരിച്ചിട്ടുണ്ട്. ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു മോഡ് UGC അംഗീകരിച്ചൊരു മോഡില്ല. അതിനകത്ത് പഠിക്കുന്നത് ഇൻവാലിഡാണ്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുകൊണ്ടാണ് SN ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾക്ക് കേരള സർവകലാശാല ഈക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത ഒരു നിലപാടിലേക്ക് എത്തിയത്? അതിനെപ്പറ്റി കേരള സർവകലാശാലയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ബിനിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല അധികൃതർ പ്രതികരിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ കോഴ്സുകൾക്ക് തങ്ങൾ ഇതുവരെയും അംഗീകാരം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ആ കോഴ്സുകളൊന്നും ഇതുവരെയും കേരള സർവകലാശാല റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്ന മറുപടിയാണ് കഴിഞ്ഞ ദിവസം അധികൃതർ നൽകിയത്. ഇത് പ്രധാനമായും കൊല്ലം സ്വദേശിനിയായിട്ടുള്ള S ദർശന അദ്ദേഹത്തിൻ്റെ B.Ed പ്രവേശനവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സർവകലാശാല അധികൃതരിൽ നിന്നും ഈ മറുപടി ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ജഗതിരാജ് നേരിട്ടെത്തി ഈ വിഷയം വിശദീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് കേരള സർവകലാശാല അധികൃതരുടെ നിലവിലെ നിലപാട് നിയമവിരുദ്ധമാണ്. UGC സർക്കാർ നടപടികൾ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കേരള സർവകലാശാല അധികൃതർ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഡിഗ്രികൾക്കായി വിദ്യാർത്ഥികൾ പ്രവേശനം നേടുമ്പോൾ അവരോട് യോഗ്യത സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമുണ്ട്. അത് മന്ത്രിയുടെ നേതൃത്വത്തിൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ യോഗം ചേർന്നുകൊണ്ട് എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിയമവിരുദ്ധമാണ്. അതിനെതിരെ കോടതിയിൽ സമീപിക്കാൻ കഴിയും. കോടതി ചട്ടമുണ്ട്, അല്ലെങ്കിൽ കോടതി വിധിയുണ്ട് ഇത്തരത്തിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മലിനും അതിനോടൊപ്പം തന്നെ ഗവർണർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എല്ലാവർക്കും കത്തുകൾ അയച്ചിട്ടുണ്ട്. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ സ്വീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ജഗതിരാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇത് എപ്പോഴത്തേക്ക് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ഔദ്യോഗിക വിശദീകരണം കേരള സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പ്രവേശനം നേടാൻ കഴിയാത്തത് മൂലം പുറത്തു നിൽക്കുന്നത്. ഏകദേശം 1 വർഷത്തിലധികമായി ഇതിൻ്റെ പുറകെ നടക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് കേരള സർവകലാശാലയാണ്. UGC ചട്ടമുണ്ട്. ഓപ്പൺ സർവകലാശാലയാണെങ്കിലും ഡിസ്റ്റൻസ് സർവകലാശാലയാണെങ്കിലും അല്ലെങ്കിൽ റെഗുലർ വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഏത് സർവകലാശാലയിലേക്കും, കേരളത്തിലെ സംസ്ഥാനത്തിലെ ഏത് സർവകലാശാലയിലേക്കും പ്രവേശനം നൽകണമെന്നുള്ള ചട്ടമുള്ളതാണ്. പക്ഷേ ഈ സർവകലാശാലകൾ ഇത് നിരാകരിക്കുന്നത്. സർവകലാശാലകൾ അക്കാദമിക് കൗൺസിൽ യോഗം വിളിച്ചുകൊണ്ട് മറ്റ് സർവകലാശാലകളുടെ സിലബസ് അംഗീകരിക്കണം. പക്ഷേ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഓപ്പൺ സർവകലാശാലയുടെ സിലബസ് അംഗീകരിച്ചിട്ടില്ല. അതിന് അക്കാദമിക് കൗൺസിൽ യോഗം ചേരണം. പക്ഷേ ആ യോഗം 14-ാം തീയതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ 14-ാം തീയതി യോഗം നടന്നു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികൾക്കും അവരുടെ അഡ്മിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു നിലവിൽ കേരളത്തിന് പുറത്തുള്ള പല സർവകലാശാലയിലെയും വിദ്യാഭ്യാസ അക്കാദമിക നിലവാരം നമ്മുടെ സർവകലാശാലകളിലെ ഇതിന് തുല്യമല്ല എന്ന് കാണിച്ചുകൊണ്ട് അവിടെ പഠിച്ചിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള പല വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾക്ക് വാലിഡിറ്റി നൽകാത്ത അല്ലെങ്കിൽ തുടർ പ്രവേശനത്തിന് ഉൾപ്പെടെ പരിമിതി നേരിടുന്ന പല വിഷയങ്ങളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഇത് കേരളത്തിൽ തന്നെ ഒരു ഓപ്പൺ സർവകലാശാലയാണ്. അവിടെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരെല്ലാം ഇത് അംഗീകൃതമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ പഠിക്കുന്നത്. അവർക്ക് തുടർ പഠനം സാധ്യമായിട്ടില്ലെങ്കിൽ ഈ കടമ്പകളെല്ലാം കടന്ന് അവിടെ എപ്പോൾ അവരെത്തിച്ചേരുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നുണ്ട്. അവരുടെ ഭാവിയെല്ലാം തന്നെ ഇപ്പോൾ ഈ കൊല്ലം സ്വദേശിയുടെ പരാതി പോലെ തന്നെ അവരുടെ ഭാവിയെല്ലാം തന്നെ തുലാസിലാണ്.
തീർച്ചയായും പിന്നിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടു. ഈ MA മലയാളം പഠിച്ച വിദ്യാർത്ഥിയാണ് നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ഇതേ കോഴ്സ് പഠിച്ച നിരവധി വിദ്യാർത്ഥികൾ ഫസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ ഓപ്പൺ സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ കേരളത്തിലെ മറ്റു സർവകലാശാലകളിൽ പ്രവേശനം നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം 2020-ലാണ് സംസ്ഥാന സർക്കാർ ഓപ്പൺ സർവകലാശാല ആരംഭിക്കുന്നത്. പക്ഷേ 5 വർഷം പിന്നിട്ടിട്ടും സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകൾ, അതും സർക്കാരിന് കീഴിലുള്ള മറ്റ് സർവകലാശാലകളിൽ ഓപ്പൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഈ 5 വർഷം പിന്നിട്ടിട്ടും മറ്റ് സർവകലാശാലകളും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഇതിന് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല. വിദ്യാർത്ഥികൾ ഇതിനുവേണ്ടി ഈ പ്രവേശനത്തിനായി സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നതായി അറിയുന്നത്. അതിനോടൊപ്പം തന്നെ ചട്ടങ്ങൾ നിലനിന്നിട്ട് പോലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. സർവകലാശാല ചട്ടങ്ങൾ മാത്രം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നിലപാട് സർവകലാശാലകളിലെ അധികൃതർ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടി പാടില്ല. വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടുകയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ബിനിൽ, ഉറപ്പായും വളരെ ഇത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേരള സർവകലാശാല ഇക്കാര്യത്തിൽ അനുകൂലമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ ഇടപെടലും അത്യാവശ്യമാണ്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.